അയ്യപ്പേട്ട, RJD ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജിനെ ആസൂത്രണ ബോർഡ് അനൌദ്യോഗിക അംഗമായിട്ട് നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെറിയ പുള്ളിയൊന്നുമല്ല. അദ്ദേഹത്തിന് ചേട്ടനറിയാം, എന്നാലും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയാണ്. കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കുറിച്ച് നടത്തിയ ഗവേഷണത്തിന് കേരള സർവകലാശാലയിൽ നിന്ന് PhD നേടിയിട്ടുള്ള അദ്ദേഹം 3 ദശാബ്ദത്തോളം തിരുവല്ല മാർത്തോമ കോളേജിൽ അധ്യാപകനായിരുന്നു. തിരുവല്ല സ്വദേശിയാണ്. നേരത്തെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാനും കർഷക കടാശ്വാസ കമ്മീഷൻ അംഗവും ഒക്കെ ആയിരുന്നു. മാത്രമല്ല, വികസനത്തെയും രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് 8 ഗ്രന്ഥങ്ങൾ കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഹിരോഷിമയിൽ നടന്ന അണ്വായുധ വിരുദ്ധ കൺസൾട്ടേഷനിലും ജർമ്മനിയിലെ ബേണിൽ നടന്ന യൂറോപ്പിലെ വികസന ഗവേഷണ സ്ഥാപനങ്ങളുടെ കോൺഫറൻസിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നിസ്സാരക്കാരനല്ല, മിടുക്കനാണ്. പക്ഷേ ഈ ഒരു കാര്യം, ഈ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ ഉയർത്തി വെക്കുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചേട്ടന് നന്നായിട്ട് അറിയാം. അതായത് വർഗീസ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി ജനതാദളിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ജനതാദള് ഇപ്പൊ 2 കീറങ്ങുണ്ടാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ ഇപ്പോ ഇങ്ങനെ ആസൂത്രണ ബോർഡിന്റെ അംഗമൊക്കെ ആക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ LDF എന്ന് പറയുന്ന മുന്നണിക്കകത്ത് അത് AKG സെന്ററിൽ LDF മുന്നണി യോഗങ്ങൾ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുന്നൊക്കെ അതിതീവ്രമായി ഒരു LDF മുന്നണി യോഗത്തിന്റെ പ്രാധാന്യം വളരെയധികം, അതായത് ഒരു അജണ്ടയിൽ പല കാര്യങ്ങളും ഇപ്പൊ LDFന്റെ മുന്നണി യോഗം എന്ന് പറയുമ്പോൾ വെറുതെ വേണമെങ്കിലും ഘടകകക്ഷികളൊക്കെ കൂടെ ഉണ്ടാ എന്നറിയാൻ വേണ്ടി വേണമെങ്കിൽ വിളിച്ചു കൂട്ടാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് വർഗീസ് ജോർജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 മാസത്തിന് മുന്നേ നടന്ന ചില LDF യോഗങ്ങളിൽ നമ്മൾ കണ്ടത്, ഒന്ന് ADGP അജിത് കുമാറിന്റെ വിഷയം. അദ്ദേഹമാണ് ഈ പൂരം കലക്കിയത് എന്നുള്ളൊരു വിഷയം കത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ADGP അജിത് കുമാർ എന്ന് പറയുന്ന ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും പറ്റുന്നില്ല. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായ ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റൈലിലേക്കൊക്കെയാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണം K കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചില ഉദ്യോഗസ്ഥരെയൊക്കെ ഭയങ്കര കാര്യമാണ്. ആ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അദ്ദേഹം എന്ത് വഴിവിട്ട കാര്യങ്ങളും അദ്ദേഹം ചെയ്യും. അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായി, അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങൾക്ക് അതീതമായി. ഇപ്പൊ ജയറാം പടിക്കൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ജയറാം പടിക്കൽ ഇവിടെ കാണിച്ചു കൂട്ടിയ പോലീസ് വകുപ്പിലെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് വെച്ചാൽ അതൊക്കെ ഇപ്പൊ എനിക്ക് എന്റെ അച്ഛൻ പറഞ്ഞു തന്നൊരു അറിവാണ് ജയറാം പടിക്കലിനെ കുറിച്ചൊക്കെ ഉള്ളത്. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ADGP അജിത് കുമാറുമായിട്ടുള്ള അമിതമായ വളരെ ഒരു ഭയങ്കര റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ രാഷ്ട്രീയത്തിനകത്ത് ഇവർക്കൊക്കെ ഇപ്പൊ ഘടകകക്ഷികൾ എന്ന് പറയുമ്പോൾ ജനതാദളുണ്ട്, കോൺഗ്രസ് S ഉണ്ട്, CPI ഉണ്ട്, ഇങ്ങനെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും അവരുടെ ഇടതുമുന്നണി എന്നാണ്. അപ്പൊ ഈ ഇടതുമുന്നണി യോഗത്തിൽ CPI ബിനോയ് വിശ്വം എന്ന് പറയുമ്പോൾ പത്രക്കാരുടെ മുന്നിൽ ഞങ്ങൾ ചോദിക്കും എന്ന് പത്രക്കാരുടെ മുന്നേ ആളാവാൻ ബിനോയ് വിശ്വം പറയും. പക്ഷെ ബിനോയ് വിശ്വം AK സെന്ററിനകത്ത് കയറുമ്പോൾ മുട്ടിടിക്കും, വാട്ടർ സപ്ലൈയും വരും. അപ്പൊ അത് ഉറപ്പ്. അപ്പൊ ഇങ്ങനെ മുട്ടിടിയും വാട്ടർ സപ്ലൈ ഉള്ളപ്പോഴത്തേക്ക് കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് ഞങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞെങ്കിൽ ചോദിക്കുമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ മാഷ്. ഈ വർഗീസ് മാഷ് എന്ന് പറയുന്നത്, വർഗീസ് മാഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വർഗീസ് ജോർജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കും. ഒരു പള്ളിയിലച്ചൻ സംസാരിക്കുന്ന സ്റ്റൈലിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ബിനോയ് വിശ്വം, മുട്ടിടിക്കുന്ന ബിനോയ് വിശ്വത്തോടൊപ്പം നിന്ന് LDF യോഗത്തിൽ അജിത് കുമാറിനെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ADGP അജിത് കുമാറിനെതിരെ നിങ്ങൾ നിലപാട് എടുത്തേ പറ്റുള്ളൂ. പൂരം കലക്കിയത് ഇദ്ദേഹമാണ്. അത് തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ LDF യോഗത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് തോമസ് വർഗീസ്. അദ്ദേഹത്തിന്റെ പേര് വർഗീസ് ജോർജ്. ഈ വർഗീസ് ജോർജ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ LDFനകത്ത് ജനതാദളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ മാത്യു ടി തോമസ് ഒക്കെ ഉണ്ട് ജനതാദളിൽ ഇദ്ദേഹത്തിന്റെ കൂടെയൊക്കെ. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇനി വരുന്ന ഒരു 10 മാസം നിരവധി വിഷയങ്ങൾ LDF യോഗത്തിൽ ചർച്ചകളിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഒന്ന് അടയ്ക്കണം. ആസൂത്രണ ബോർഡ് അംഗം എന്നൊക്കെ പറയുമ്പോൾ നല്ല സാലറിയും കാര്യങ്ങളും ഒക്കെയാണ്. ഭരണം തീരാറാവുമ്പോഴാണ്, ഇനി 10 മാസമേ ഉള്ളൂ. ഇത്രയും കാലം ഈ മനുഷ്യനൊക്കെ എന്താണ് ഈ LDFൽ ഉണ്ടായിരുന്നത്? LDFനകത്ത് ഇപ്പൊ അവർക്കൊരു മന്ത്രിയെ കണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവർക്ക് ജനതാദളിന് ഒരു മന്ത്രിയെ കണ്ടോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു മന്ത്രിയുണ്ട്, പേരിനൊരു മന്ത്രി എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ CPMനെ സംബന്ധിച്ച് CPIയുടെ മുന്നിലും ബാക്കി എല്ലാ ഘടകകക്ഷിയുടെ മുന്നിലും വലിയേട്ടനാണ്. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പൊ TP രാമകൃഷ്ണനാണ് ഇപ്പോഴത്തെ LDF കൺവീനറായിട്ട്. TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. അദ്ദേഹത്തിന് CCയിൽ എടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്, ആരാണ് അദ്ദേഹം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് നിൽക്കുമ്പോൾ പിണറായി പോലെ ഒരാൾ ഇപ്പോ ശക്തിമാൻ അദ്ദേഹമാണ്. ശക്തിമാന്റെ മുന്നിൽ ചോദ്യം ഉന്നയിക്കുന്ന ഏതാനും ആൾക്കാരുടെ ഒരാളാണ് ഈ മനുഷ്യൻ. ഇനി ആ മനുഷ്യനും വലുതായിട്ടൊന്നും ചോദിക്കാൻ പാടില്ല. നിനക്ക് തരാളൊക്കെ തന്നല്ലോ, ഇനി മര്യാദയ്ക്ക് അവിടെ മൂലയിരി, അവിടെ നടക്കണൊക്കെ അതിന്റെ വഴിക്ക് പോകും.
ഇതിപ്പം മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വന്നിട്ടില്ല. ഏറ്റെടുക്കാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അത്രത്തോളം ആർജവമുള്ള ഒരു നേതാവാണെങ്കിൽ അദ്ദേഹം ഏത് പൊസിഷനിൽ ഇരുന്നാലും ചോദിക്കേണ്ടത് ചോദിക്കില്ലേ? അല്ല, അത് ഈ പറയുന്ന പോലെ അത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചില കാര്യങ്ങൾ പറയില്ല, ചില കാര്യങ്ങൾ പറയാതെ പറയില്ല എന്ന് പറയും. നിങ്ങൾക്ക് ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിന്നെ ഞാൻ സഹായിച്ചു, അത് ഇന്ന കാര്യത്തിനാണ് എന്ന് അണ്ടർസ്റ്റുഡ് വരും. ആ അണ്ടർസ്റ്റുഡ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയക്കാരനെന്ന് ചോദ്യം വരൂലേ? ഇപ്പൊ അവിടെ ഇപ്പം ഇത് ഈ സ്ഥാനം കൊടുത്തു എന്നിട്ട് നിങ്ങൾ ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ അവിടെ ചർച്ച നടക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മകൾക്കെതിരെ വന്നിരിക്കുന്ന കേസ്, ഈ ഭരണത്തിൽ ഇത് ഇനി 10 മാസം, ഇനി അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ മൂക്കുട്ട അക്ഷ എണ്ണ വരയ്ക്കും, ഇതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് ഘടകകക്ഷികളിൽ നിന്ന് ആരെങ്കിലും പറയണ്ടേ? ഇപ്പൊ CPIക്ക് ADGP അജിത് കുമാറിന്റെ കേസിൽ പറയാമായിരുന്നല്ലോ. അതുപോലെ നിരവധി കേസുകൾ CPI പറയില്ല. CPI ചേട്ടൻ മാറ്റി നിർത്തി സംസാരിച്ചത്. കാരണം CPIക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹവും CPIക്കാരുമാണ് അന്ന് ചോദ്യമൊക്കെ ചോദിച്ചത്. അത് പിണറായി വിജയൻ അത് വേണ്ട രീതിയിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തെങ്കിൽ അവർ ചോദിച്ചുകൊണ്ടാ. CPI ഇപ്പോ ചോദിക്കണം. അതിൽ ഈ പറയുന്ന പോലെ വെളിയ ഭാർഗവൻ ഇരുന്ന ഒരു സീറ്റാണത്, അല്ലെങ്കിൽ CK ചന്ദ്രപ്പ ഇരുന്ന ഒരു സീറ്റാണ്. നമുക്ക് പറയാം നേതാക്കളിരുന്ന സീറ്റാണ്, അതുകൊണ്ട് ചോദിക്കണം. പക്ഷെ ബിനോയ് വിശ്വം എന്ന് പറയുന്ന നേതാവ് സ്വയം വിമർശനമുള്ള ഒരു പാർട്ടിയാണ്. സ്വയം വിമർശനമുള്ള ഒരു പാർട്ടിയിൽ ബിനോയ് വിശ്വത്തിനെതിരെ ചോദ്യം ചോദിക്കണമെങ്കിൽ അവർ ചോദിക്കും, ചോദിക്കാതിരിക്കില്ല, ചോദിക്കുക തന്നെ ചെയ്യും. കാര്യം ബിനോയ് വിശ്വം അത് ചോദിക്കേണ്ട പൂർണ്ണമായ ധാർമ്മികമായ അദ്ദേഹത്തിന്റെ ഇതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഒരു 10 മാസത്തിനിടയ്ക്ക് എന്തായാലും ഈ പറയുന്ന നിരവധി വിഷയങ്ങൾ ഇനി ഭരണതലത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ പല ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പറയേണ്ടി തന്നെ വരും. ആര്? ഈ പറയുന്ന CPM-ന് ഭരണത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്നിരിക്കുന്ന കേസൊക്കെ ഇനിയിപ്പോ ചർച്ചകളൊക്കെ പലതരത്തിൽ തന്നെ പോകേണ്ടി വരും. അദ്ദേഹത്തിലേക്ക് തന്നെ ഈ കുന്തമുന നീളുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം രാജിവെക്കണം എന്ന രീതിയിലും പറയാൻ ഒരു ഇത് വേണ്ടേ, ചങ്കുറപ്പ് വേണ്ടേ പറയാനായിട്ട്? അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ എണീറ്റ് പറയണ്ടേ? അപ്പൊ ആ ഒരു പഞ്ചം ഉണ്ടാകുന്ന ആൾക്കാരെയൊക്കെ ആ ഓരോ സൈഡിൽ ഇങ്ങനെ ഒതുക്കി ഇരുത്താനായിട്ടുള്ള ഒരു ഫസ്റ്റ് നമ്പറാണിത്. ഇപ്പൊ ഇദ്ദേഹം ഇതാണെങ്കിൽ ഇനി അടുത്ത ആരൊക്കെ എതിർ ശബ്ദങ്ങളുണ്ടോ സ്വന്തം പാർട്ടിയിലാണെങ്കിലും അവരെയും ഓരോന്ന് കൊടുത്ത് ഇരിക്കും. കാരണം അധികാരമുണ്ട്, ഭരണമുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട്, പവറുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യും. ഇത് അങ്ങനെയാണ് എന്നാണ് നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്നാണ്. ഈ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിനി നമുക്ക് മറ്റു രാഷ്ട്രീയ നിരീക്ഷകരുമായിട്ട് ഇവിടെ ഒന്ന് ചർച്ച ചെയ്യാം. അത്രയേ ഉള്ളൂ.